ചില റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കൂടുതൽ ഇഫർട്ട് ഇടും. അവരുടെ പ്രസൻസ്, അവരുടെ ഇമോഷൻസ്, അവരുടെ ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷെ ഒരു പാഷൻ എന്ന പോലെ നമ്മൾ അവർക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. അത് വർഷങ്ങളോളം തുടരും. ഈ സമയത്ത് വിലപ്പെട്ട നമ്മളുടെ പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. കരിയർ പോലും ചിലപ്പോൾ ഫ്ലോപ്പായെന്ന് വരാം. നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി ഇല്ല എന്ന് വരാം. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഇഫർട്ടും അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരിൽ നിന്ന് യാതൊരു ഇഫർട്ട് കിട്ടുന്നില്ല. അവരുടെ ഒരു ഇമോഷൻസ് പോലും നമ്മളുടെ ഫേവറായി വരുന്നില്ല, ഒരു ഇമ്പോർട്ടൻസും ലഭിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ പോവുകയും നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്നും നമ്മൾക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി ഇല്ല എന്ന് പോട്ടെ, നമ്മുടെ സ്റ്റാബിലിറ്റി പോലും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ബ്രേക്കപ്പ് ആവുക എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആ മുറിവുകൾ ഉണങ്ങാനായിട്ട് വളരെ നാളുകൾ പിടിക്കുമെന്നുള്ള സത്യമാണ്. പലരും നമ്മളോട് അത് മറന്നു കളയൂ എന്ന് പറഞ്ഞാലും മറന്നു കളയാൻ പറ്റിയില്ലെന്ന് വരാം. പക്ഷെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൻ്റെ മുറിവുകൾ നമ്മൾ പോകെ കാലം അത് മറച്ചു കളയും. ആ മുറിവ് കാലത്തിന് ഉണക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല സമയം നമുക്ക് വരും. അപ്പോൾ ഏത് മനസ്സിൻ്റെ മുറിവുകളും ഉണക്കാനായിട്ട് സമയത്തിനൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന റിലേഷൻഷിപ്പ്, യാതൊന്നും കിട്ടാത്ത റിലേഷൻഷിപ്പ്, നമ്മുടെ ഐഡൻറ്റിറ്റി പോലും നശിപ്പിക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ബ്രേക്കപ്പ് ആവുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന, നമുക്ക് വളരെ കെയറും പ്രൊട്ടക്ഷനും തരുന്ന, നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഫ്യൂച്ചറിൽ കണ്ടുമുട്ടുമെന്നുള്ളതാണ്. അപ്പോൾ പോയ കാര്യങ്ങളെ ഓർത്ത് വെറും ഒരു സ്മൈലിംഗ് മാത്രമാണ് നമ്മളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതുമാണ്. അപ്പോൾ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്.